അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറി റെഡിയാക്കിയാലോ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങ ഒന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ചുമന്നുള്ളി രണ്ടായിട്ട് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ ചട്ടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടി ഉരിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ പകുതി ഒന്ന് മൂത്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ മൂത്തതിന് ശേഷം അതൊന്ന് ഇറക്കി വയ്ക്കാം. അതിന് ശേഷം ഒരു 10 ചുമന്നുള്ളിയും ഒരു മുറി തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഇതേപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ആ ഉള്ളിയിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി ഇതിൽ 2 മുട്ട ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അടിച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് താളിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ല മഷി പോലെ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജാറും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുത്ത് കറി ഒന്ന് ലൂസാക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കറിയിലൊന്ന് ലൂസാക്കണം. ഈ ഒരു പരുവം മതിയാവും കേട്ടോ. അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ച് വയ്ക്കാം. തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന മുട്ട നമ്മുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം. ഇനി തുറന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് ഇറക്കിയാൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ?